അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ഒരു ബാറ്റിംഗ് വിസ്മയത്തിനാണ്. കിവിപ്പടയെ അടിച്ചുപറത്തി ടീം ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ വീണ്ടും വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. സഞ്ജു സാംസണിന്റെ സെഞ്ചുറിയോളം പോന്ന വെടിക്കെട്ട് ഇന്നിംഗ്സിനൊപ്പം അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും തങ്ങളുടെ ബാറ്റിംഗ് കരുത്തിൽ 50കൾ വാരിക്കൂട്ടിയപ്പോൾ ന്യൂസിലാൻഡ് അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. റെക്കോർഡുകൾ ഓരോന്നായി പഴങ്കഥയാക്കി ഇന്ത്യ തങ്ങളുടെ 3ാം ലോക കിരീടത്തിൽ മുത്തമിട്ട ആ ഐതിഹാസിക വിജയഗാഥയിലേക്ക്. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റൺമഴ കണ്ട നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ തീർത്ത റൺമലയ്ക്ക് മുന്നിൽ ന്യൂസിലാൻഡിന് മറുപടിയില്ലായിരുന്നു. 96 റൺസിന്റെ കൂറ്റൻ വിജയവുമായാണ് ഇന്ത്യ തങ്ങളുടെ 3ാം ലോക കിരീടത്തിൽ മുത്തമിട്ടത്. ഇതോടെ നിരവധി റെക്കോർഡുകളും ഇന്ത്യ പഴങ്കഥയാക്കിയിരിക്കുകയാണ്. തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യന്മാരായ ആദ്യ ടീം, ലോക കിരീടം നേടിയ ആദ്യ ആതിഥേയ ടീം എന്നീ റെക്കോർഡുകളാണ് സൂര്യകുമാർ യാദവും സംഘവും തിരുത്തിയത്. കൂടാതെ 3ാം ലോക കിരീടത്തോടെ ഏറ്റവുമധികം തവണ ഈ ട്രോഫിക്കു അവകാശികളായ ടീമായും ഇന്ത്യ മാറി. T20 ലോകകപ്പ് ചരിത്രത്തിൽ കിവികളെ ഇന്ത്യ തോൽപ്പിച്ചതും ഇതാദ്യമായാണ്. തീപാറുമെന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന കലാശപ്പോരാട്ടം വൺ വേ ട്രാഫിക്കായി മാറുന്നതാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കണ്ടത്. കാരണം 256 റൺസെന്ന അപ്രാപ്യമായ വിജയലക്ഷ്യമാണ് ന്യൂസിലാൻഡിനു മുന്നിൽ ഇന്ത്യ വെച്ചത്. പക്ഷേ റൺചേസിൽ തുടക്കം മുതൽ അവർ ചിത്രത്തിലില്ലായിരുന്നുവെന്നതാണ് സത്യം. ഓപ്പണർ ടിം സെയ്ഫേർട്ടിന്റെ 52 മാറ്റി നിർത്തിയാൽ ന്യൂസിലാൻഡ് നിരയിൽ മറ്റാരും തന്നെ കാര്യമായി പൊരുതി നോക്കിയില്ല. 26 ബോളിൽ 5 സിക്സറും 2 ഫോറും ഉൾപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. 43 റൺസെടുത്ത നായകൻ മിച്ചൽ സാന്ററാണ് മറ്റൊരു സ്കോറർ. ആദ്യ 5 ഓവറിൽ തന്നെ 47 റൺസിനിടെ 3 വിക്കറ്റുകൾ പിഴുത് കിവികളെ ഇന്ത്യ ബാക്ക്ഫുട്ടിലാക്കിയിരുന്നു. അവിടെ നിന്നൊരു തിരിച്ചുവരവ് ന്യൂസിലാൻഡിന് അസാധ്യവുമായിരുന്നു. ഒടുവിൽ ഓരോവർ ബാക്കി നിൽക്കെ വെറും 159 റൺസിനും അവർ ഫൈനലും ലോക കിരീടവും അടിയറവയ്ക്കുകയും ചെയ്തു. ഇന്ത്യയ്ക്കു വേണ്ടി സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ 4 വിക്കറ്റുകൾ എടുത്തപ്പോൾ അക്ഷർ പട്ടേൽ 3 വിക്കറ്റുകളും വീഴ്ത്തി. തുടർച്ചയായി 3ാമത്തെ മത്സരത്തിലും മാച്ച് വിന്നിംഗ് സ്കോറുമായി ഇന്ത്യൻ ബാറ്റിംഗിലെ നെടുതൂണായി സഞ്ജു സാംസൺ മാറി. 89 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. 46 ബോളിൽ 5 ഫോറും 8 കൂറ്റൻ സിക്സറുകളും ഇതിലുൾപ്പെടും. സഞ്ജുവിനെ കൂടാതെ അഭിഷേക് ശർമ്മ 52, ഇഷാൻ കിഷൻ 54 എന്നിവരും 50+ സ്കോറുകളുമായി മിന്നിച്ചു. ഇതാണ് 5 വിക്കറ്റിനു 255 റൺസെന്ന കൂറ്റൻ സ്കോറിലെത്താൻ ഇന്ത്യയെ സഹായിച്ചത്. അഭിഷേക് 21 ബോളിൽ 6 ഫോറും 3 സിക്സറും അടിച്ചപ്പോൾ ഇഷാൻ 25 ബോളിൽ 4 വീതം ഫോറും സിക്സറും നേടി. സ്വപ്നതുല്യമായ തുടക്കമാണ് സഞ്ജു അഭിഷേക് ജോഡി ഇന്ത്യയ്ക്ക് നൽകിയത്. ആദ്യ വിക്കറ്റിൽ വെറും 43 ബോളിൽ 98 റൺസ് ഇരുവരും അടിച്ചെടുത്തു. എന്നാൽ കളി മാറ്റിയത് 2ാം വിക്കറ്റിൽ സഞ്ജു ഇഷാൻ ജോഡിയാണ്. വെറും 48 ബോളിൽ ഇരുവരും വാരിക്കൂട്ടിയത് 105 റൺസാണ്. പിന്നീട് ഓരോവറിൽ തന്നെ സഞ്ജു, ഇഷാൻ, നായകൻ സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം മടങ്ങിയപ്പോൾ ഇന്ത്യൻ സ്കോറിംഗിനു സഡൻ ബ്രേക്ക്. അതിനുശേഷം ശിവം ദുബെയുടെ 8 ബോളിൽ 26 ഇന്റ് കിടിലൻ ഫിനിഷിംഗ് ആണ് ഇന്ത്യൻ ടോട്ടൽ 250 കടത്തിയത്. ടോസിനു ശേഷം കിവി നായകൻ മിച്ചൽ സാന്റർ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ അതേ പ്ലേയിംഗ് 11 നിലനിർത്തിയാണ് ഇന്ത്യ ഇറങ്ങിയത്. മറുഭാഗത്തു സെമിയിൽ ജയിച്ച ടീമിൽ ന്യൂസിലാൻഡ് ഒരു മാറ്റം വരുത്തി. കോൾ മക്കോഞ്ചിക്കു പകരം പേസർ ജേക്കബ് ഡഫിയെ കിവികൾ തിരികെ വിളിച്ചു. ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരായാണ് ടീം ഇന്ത്യ ഈ ലോകകപ്പിൽ തുടങ്ങിയത്. ചിരവൈരികളായ പാകിസ്ഥാനെ നിഷ്പ്രഭരാക്കി ഇന്ത്യ അതിനുശേഷം അസോസിയേറ്റ് ടീമുകളായ USA, നമീബിയ, നെതർലാൻഡ്സ് എന്നിവർക്കെതിരെയും വിജയം കൊയ്തു. പക്ഷേ സൂപ്പർ 8ലെ ആദ്യ കളിയിൽ സൗത്ത് ആഫ്രിക്കയോട് 76 റൺസിന് തകർന്നടിഞ്ഞു. എന്നാൽ ഡു ഓർ ഡൈ ആയിരുന്ന തുടർന്നുള്ള മത്സരങ്ങളിൽ സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് എന്നിവരെ തകർത്ത് സെമി ഫൈനലിലേക്ക് കുതിച്ചു. സെമിയിൽ ഇംഗ്ലണ്ടിനെ ത്രില്ലറിൽ വീഴ്ത്തി വീണ്ടുമൊരു ഫൈനലിൽ കടക്കുകയും ചെയ്തു. സഞ്ജു സാംസൺ എന്ന പോരാളിയുടെ കരുത്തിൽ ഇന്ത്യ വീണ്ടും ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ്. പതറാതെ പൊരുതിയ സൂര്യകുമാറും സംഘവും ഈ കിരീടം ഭാരതത്തിന് സമർപ്പിക്കുമ്പോൾ ഇത് കോടിക്കണക്കിന് ആരാധകരുടെ സ്വപ്നസാഫല്യം കൂടിയാണ്. ഇന്ത്യയുടെ ഈ ഐതിഹാസിക വിജയത്തെക്കുറിച്ചും സഞ്ജുവിന്റെ തകർപ്പൻ പ്രകടനത്തെക്കുറിച്ചും നിങ്ങൾക്കും പറയാനുള്ളത് താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ആവേശകരമായ വീഡിയോയുമായി വീണ്ടും കാണാം.